ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ വസന്ത്, ഇപ്പോൾ ഡാൻ പറഞ്ഞത്, ഞാൻ ഡാനോട് ചോദിച്ച ഒരു ചോദ്യം ഈ തിരുവനന്തപുരത്തും ആറ്റിങ്ങിലും BJP-യുടെ സാധ്യതകൾ എങ്ങനെയുണ്ട് എന്നുള്ളതായിരുന്നു. കാരണം നമ്മുടെ സർവേ ഒരു സീറ്റ് പ്രവചിക്കുന്നുണ്ട് BJP-ക്ക്. ഡാൻ്റെ മറുപടി മറ്റൊന്നുമായിരുന്നില്ല, 11 മണിക്ക് ശേഷം പറയാമെന്നായിരുന്നു. കാരണം 11 മണി എന്നുള്ളത് തലസ്ഥാനത്തെ കോൺഗ്രസ്സുകാരുടെ നെഞ്ചിടിപ്പിക്കുന്ന സമയമാണ്. കാരണം സുരേന്ദ്രൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്, കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ടേക്ക് ചാടുന്നു എന്നുള്ളത്. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്നുള്ള CPM-ന്റെ ആരോപണം ഓരോ ദിവസവും കുറച്ചുകൂടി ഉറയ്ക്കുന്ന സാഹചര്യങ്ങളാണോ ഒരുങ്ങുന്നത്? ശ്രീ രഞ്ജിത്ത്, ഇന്നലത്തെ CPM ഇന്നേ BJP ആയ കഥകളുണ്ട് ഒരു ഡസനോളം. ഞാൻ പറഞ്ഞുതരാം. എന്റെ നാട്ടിൽ അൽഫോൺസ് കണ്ണന്താനം, അദ്ദേഹമാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി MLA ആയിരിക്കുമ്പോൾ BJP ചേർന്ന നേതാവ്. അൽഫോൺസ് കണ്ണന്താനം അങ്ങേക്കറിയാലോ. അദ്ദേഹം പിന്നീട് കേന്ദ്രമന്ത്രിയായി ഇപ്പോൾ BJP-യുടെ പാർട്ടി ഓഫീസിൽ വലിയ പണിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു നേതാവാണ്. കോൺഗ്രസിൽ നിന്ന് ആര് പോയാലും, ഏത് നേതാവോ നേതാവിന്റെ മക്കൾ പോയാലും ഇതൊന്നും കോൺഗ്രസിനെ ബാധിക്കാൻ പോകുന്നില്ല. കാര്യം ഈ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചവർ, അടി കൊണ്ടവർ, ജയിലിൽ കിടന്നവർ, അവരൊക്കെ ഈ പാർട്ടിയിൽ തന്നെ കാണും. അതുകൊണ്ട് ഞങ്ങളെ അത് അത്ഭുതപ്പെടുത്തുന്നില്ല. രണ്ട്, ആറ്റിങ്ങിലാണോ തിരുവനന്തപുരമാണോ BJP സീറ്റ് നേടുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ചോദ്യം. രണ്ടിടത്തും നേടില്ല എന്നുള്ളതാണ് ഉത്തരം. ഒന്നാമത്തത് രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹം ഒരു ചാനൽ മുതലാളി എന്നുള്ള നിലയിൽ, BPL-ന്റെ മുതലാളി എന്നുള്ള നിലയിൽ അദ്ദേഹം മികച്ച ഒരു വ്യാവസായിക നേതാവാണ്, ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ് എന്നതിൽ സംശയമൊന്നുമില്ല. ഇപ്പൊ ഇന്നലെ കണ്ടില്ലേ, EP ജയരാജൻ പറഞ്ഞു കേട്ടില്ലേ, കേരളത്തിൽ BJP-ക്ക് നല്ല സ്ഥാനാർത്ഥികളുണ്ട്. ആ നല്ല സ്ഥാനാർത്ഥി ആരാണ്? അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെയാണല്ലോ. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ ജയരാജൻ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിന്റെ വൈദേഹം എന്ന് പറയുന്ന റിസോർട്ട് കടക്കെണിയിൽപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, വിവിധ ആരോപണങ്ങളിൽ പെട്ട് നിൽക്കുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള വൈദേഹം റിസോർട്ട് ഏറ്റെടുത്ത ആളുടെ പേര് രാജീവ് ചന്ദ്രശേഖരൻ. എന്റെ നാട് കോട്ടയത്തേക്ക് തന്നെ തിരിച്ചു വരാം. ഇതിനു മുമ്പ് 6 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം വൈക്കത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു റിസോർട്ട് പ്രോജക്ട് ഉണ്ടായിരുന്നു. ആ റിസോർട്ട് പ്രോജക്റ്റിലേക്ക് കല്ലും കമ്പി വടിയും പാരയും ഒക്കെ ആയിട്ട് ഓടിയെടുത്തൊരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് DYFI എന്നാണ്. അവർ കല്ല് വലിച്ചെറിഞ്ഞ് ആ രാജീവ് ചന്ദ്രശേഖരന്റെ അന്നത്തെ റിസോർട്ടിന് വലിയ കേടുപാടുകൾ ഉണ്ടായി. ന്യൂസ് 8-ന്റെ ആർക്കൈവ്സിൽ ആ ചിത്രങ്ങൾ ഉണ്ടാവും. അതേ രാജീവ് ചന്ദ്രശേഖരനെ, ഏത് കോട്ടയം വൈക്കത്ത് റിസോർട്ടുമായി വന്ന രാജീവ് ചന്ദ്രശേഖരനെ എതിർത്ത അതേ CPM, അതേ LDF കൺവീനർ തന്റെ റിസോർട്ട് മേടിച്ചപ്പോ ഇതാ പറയുന്നു, നല്ല സ്ഥാനാർത്ഥികൾ എവിടെയുണ്ട്. റിസോർട്ട് രാഷ്ട്രീയമാണോ വസന്ത് സംശയിക്കുന്നത് ഇങ്ങനെ പ്രശംസിക്കാൻ? തീർച്ചയായും ഒരു സംശയം വേണ്ടത്. അവിടെ CPI-യുടെ കാൻഡിഡേറ്റ് പന്ന്യൻ രവീന്ദ്രനിലെ കാൻഡിഡേറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം അവർ വോട്ട് മറിച്ചാൽ, ഈ പ്രാവശ്യം CPM-ന്റെ വോട്ട് BJP-യിലേക്ക് പോയാൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. ഇല്ല, CPM-ന്റെ വോട്ട് CPI കാൻഡിഡേറ്റിന് തന്നെ വീണാൽ യാതൊരു അത്ഭുതവും തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ ഡോക്ടർ ശശി തരൂര് തന്നെ ബഹുഭൂരിപക്ഷം വോട്ടുകളും നേടിക്കൊണ്ട് മിനിമം ഒരു 50,000, 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തരൂര് തന്നെ അവിടെ ജയിക്കും. ഇനി ആറ്റിങ്ങൽ പെട്ടെന്ന് പറഞ്ഞു പോവാം. ആറ്റിങ്ങൽ ആരാണ്? V മുരളീധരനാണ് കാൻഡിഡേറ്റ്. അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ സംഘടനാ പാഠവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം RSS-ലൂടെ കടന്നു വന്ന നേതാവാണ്, കേന്ദ്രമന്ത്രിയാണ്. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും ചെറുതാക്കി കാണുന്നില്ല. ശോഭാ സുരേന്ദ്രൻ മോശമായിരുന്നോ? അല്ലായിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും മോശമായ ഒരു നേതാവല്ല. കാര്യം ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ V മുരളീധരന് താഴെയാണ് ശോഭാ സുരേന്ദ്രൻ എങ്കിൽ പോലും സംഘടനാ പാഠവുമായി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ BJP രാഷ്ട്രീയത്തിൽ ശോഭാ സുരേന്ദ്രൻ V മുരളീധരനോളം തന്നെ ഉള്ള നേതാവാണ്. അപ്പോ മാക്സിമം ഔട്ട്പുട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, ഇൻക്യുബേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആര്? ശോഭാ സുരേന്ദ്രൻ. BJP-ക്ക് അവിടെ നിന്ന് കിട്ടാവുന്ന മാക്സിമം വോട്ടും ശോഭ കഴിഞ്ഞ തവണ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. രണ്ട്, നമ്മൾ ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ പറയുന്നത് പോലെ തന്നെ BJP-ക്കുള്ളിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നിട്ടില്ലേ? വീട്ടിൽ മടങ്ങിപ്പോയിരിക്കുകയാണ് ഞാൻ, പാചകം ചെയ്യുന്നതാണ് ഇതിലും നല്ലതെന്ന് ശോഭ തന്നെ പറഞ്ഞിട്ടില്ലേ? അതല്ല, വീട്ടിലിരിക്കുന്നവർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തെ പറ്റി അധികം പറയാൻ അറിയില്ല എന്ന് ശോഭയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ അപമാനിച്ചിട്ടില്ലേ? അപ്പോ ആ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ സമവാക്യം അവിടെ ഉണ്ട്. V മുരളീധരന് സുരേന്ദ്രൻ ഗ്രൂപ്പുകാർ വോട്ട് ചെയ്യുമോ എന്നുള്ളത് കാണണ്ടേ ഉണ്ടാവുമോ എന്ന് അറിയണ്ടേ? രണ്ടാമത് അവിടെ കാൻഡിഡേറ്റ് ആരാണ്? LDF-ന്റെ V ജോയി ആണ്. V ജോയി CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. CPM ജില്ലാ സെക്രട്ടറി ആയ V ജോയിയെ പെട്ടെന്നൊരു ദിവസം, MLA കൂടിയായ ജോയിയെ പെട്ടെന്നൊരു ദിവസം ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് അവിടേക്ക് ഇറക്കിയിരിക്കുന്നത് ചില സെറ്റിൽമെന്റുകൾക്ക് വേണ്ടിയാണോ? ആറ്റിങ്ങലിൽ CPM-ന് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ജോയി. V ജോയി നമുക്കറിയാം, അദ്ദേഹം സംഘടനാ പാഠമുള്ള ആളാണ്, പാർട്ടിക്കാർക്ക് പ്രിയങ്കരനാണ്. അങ്ങനെ V ജോയിയെ സെറ്റിൽമെന്റിന് വേണ്ടിയാണ് ആറ്റിങ്ങൽ കൊണ്ടുവന്നതെന്ന് പറയുന്നത് കുറച്ച് അന്തം വിട്ടൊരു പ്രയോഗമായി പോയെന്ന് തോന്നുന്നു വസന്ത്. അല്ല, കയ്യിൽ ഏതായാലും അവർക്ക് സീറ്റ് കിട്ടാനില്ലല്ലോ. അപ്പൊ പിന്നെ പുതിയൊരാളെ ഇറക്കുന്നതിലും നല്ലത് MLA തന്നെയാണെങ്കിൽ ആ MLA ആയി തുടർന്നോളും, CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി തുടർന്നോളും. CPM-ൽ എന്തെങ്കിലും പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ മത്സരത്തിന് ഇറങ്ങുമ്പോൾ എന്താണ് ചാർജ് ഏൽപ്പിച്ച് പോകുന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല.
MLA-മാർ ഇറങ്ങുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. MLA-മാർ ഇറങ്ങുമ്പോൾ തന്നെ സ്വാഭാവികമായും പാർട്ടി ചുമതലകളിൽ നിന്ന് അവരെ മാറ്റി നിർത്താറുണ്ട്. അതിനി ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെങ്കിൽ പോലും ഈ പ്രാവശ്യം എന്താണ് ചാർജ് ഏൽപ്പിച്ച് വി ജോയെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് ആറ്റിങ്ങിലും അത്ഭുതം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ മുരളീധരനേക്കാൾ വലിയ സംഘടനാ പാഠവുമുള്ള, മുരളീധരനേക്കാൾ വളരെ കൃത്യമായി കോൺഗ്രസ് സംഘടനയെ ചലിപ്പിക്കാൻ പറ്റുന്ന നേതാവാണ് ശ്രീ അടൂർ പ്രകാശ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 2 ലക്ഷം ഇരട്ട വോട്ടുകളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തി കോടതിയിൽ പോയി എടുത്തു കളഞ്ഞത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ് അവിടെ കോൺഗ്രസ് വലിയ വിജയത്തിലേക്ക് പോയത്. അപ്പൊ വളരെ കൃത്യമായി അവിടെ കോൺഗ്രസിന്റെ സംഘടനയെ ഓടിക്കാൻ അറിയാവുന്ന നേതാവ് തന്നെയാണ് ശ്രീ അടൂർ പ്രകാശ്. അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്ന് അദ്ദേഹം ആറ്റിങ്ങലിലേക്ക് എത്തി വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ വലിയ വിജയം കരസ്ഥമാക്കിയെങ്കിൽ കഴിഞ്ഞ 5 വർഷം അവിടെ പ്രവർത്തിച്ചിരിക്കുന്ന അടൂർ പ്രകാശ് അതിനേക്കാൾ വലിയ അപകടകാരിയാണെന്ന് ആര് മനസ്സിലാക്കണം? ഇടതുപക്ഷവും BJP. അതാണ് വസന്തിന്റെ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. അതാണ്. പക്ഷെ അപ്പോഴും